സോഹോ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഒരു ശാഖ ഇതാ കൊട്ടാരക്കരയിൽ സ്ഥാപിതമാകുന്നു. ETCയിൽ എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന സോഹ എന്ന് പറയുന്ന ഈ IT പാർക്ക് ഇപ്പോൾ അത് മൊത്തമായിട്ട് നെടുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഏതാണ്ട് 20,000 അടി ചതുരശ്ര അടി സ്ഥലമുണ്ട്. ഏതാണ്ട് 200-250 പേർക്ക് ഇരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഫോട്ടോകളാണ് ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇതിനകത്ത് മഞ്ഞ നിറത്തിൽ കാണുന്നതൊക്കെ റോബോട്ട്സിനെ ഉണ്ടാക്കുവാനുള്ളതാണ്. ആ റോബോട്ട്സ് മലിനമായിട്ടുള്ള സാധനങ്ങളൊക്കെ വലിക്കും. അതുപോലെ മനുഷ്യൻ അറയ്ക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ കൈകൊണ്ടെടുക്കുവാൻ പറ്റുന്ന ചെറിയ ചെറിയ റോബോട്ടിക് ഉപകരണങ്ങൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ എടുത്തായിട്ടുള്ള ഫിലിമാണ്. ഇത് 2-3 നിലകളിലായിട്ട് പണിതിരിക്കുന്നു. ഇവിടെ നിങ്ങൾ കാണുന്നത് കലാ മഹോത്സവമാണ് കാണുന്നത്. ഇതാണ് സോഹയുടെ വലിയ കെട്ടിടം. അതുപോലെ ഇവിടെ നന്നായിട്ട് ദീപാലങ്കാരത്തിൽ കുളിച്ചിരിക്കുന്നു. ഇതാണ് സോഹയുടെ കെട്ടിടങ്ങൾ. അതിൻ്റെ ഇടനാഴിയാണ് ഈ കാണുന്നത്. ഇതാണ് പുതിയ മെഷീനുകൾ. ആ കെട്ടിടത്തിൻ്റെ വിസ്തൃതി നമുക്ക് കാണാം. ഇത് ചെറിയ ക്ലീൻ ചെയ്യാനുള്ള മെഷീനാണ്. അത് ഓടയൊക്കെ ക്ലീൻ ചെയ്യും.
ഇത് ചെസ് ബോർഡിനെ പോലെ ഇരിക്കും. പക്ഷേ ഇത് എ ഐയുമായിട്ടും തമ്മിൽ കളിക്കാം, അല്ലെങ്കിൽ എ ഐയും മനുഷ്യരുമായിട്ട് കളിക്കാം. കളിക്കുന്നത് വലിയൊരു പ്രതീകം മാത്രം ഇവിടെ നമുക്ക് നന്നായിട്ട് കളിക്കാനായിട്ട് പറ്റും. ഇത്രത്തോളം കളിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, അതിൻ്റെ മൂമെൻറ്റ്സിൻ്റെ വെലോസിറ്റി കാണിക്കാനാണ് ഈ ചെസ് ബോർഡ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെ മെയിൻ ഉദ്ദേശം റോബോട്ട്സിനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. പല ബ്രാഞ്ചുകളുണ്ട്. തെങ്കാശിയിൽ അതിൻ്റെ വലിയ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയ്ക്ക് ഒരു വലിയ നേട്ടമായി ഒരു ചെറിയ IT പാർക്ക് അവിടെ വരികയാണ്. ഗ്രാമം തോറും IT പാർക്കുകൾ നിർമ്മിക്കുക എന്നുള്ളത് പറയുന്നത് ഒരുപക്ഷേ സർക്കാരിൻ്റെ നയമായിരിക്കും. ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.